ഈ പ്രതിഷേധം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് UDF LDF കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആരംഭം എന്ന നിലയ്ക്കാണ് ഇന്ന് സംയുക്തമായിട്ട് പാർലമെൻറ്റിന് മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്തത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേക പാക്കേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തെ മാത്രം അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ചെലവ് പോലും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം. യഥാർത്ഥത്തിൽ വയനാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നതെല്ലാം പച്ചക്കളവാണെന്നുള്ള കാര്യം തെളിയിക്കുന്നു. ആദ്യം അമിത്ഷാ പാർലമെൻറ്റിൽ ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയ മറുപടി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാലാവസ്ഥാ ഏജൻസികൾ നടത്തിയ പ്രവചനത്തെ കേരളം ധിക്കരിച്ചു എന്നുള്ളതാണ്, അത് മാനിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ കോറിയുടെ കഥയുമായിട്ട് പരിസ്ഥിതി മന്ത്രി രംഗത്ത് വന്നു. ഇത് രണ്ടും പച്ചക്കളവാണെന്ന് തെളിഞ്ഞു. പ്രധാനമന്ത്രി വന്ന് വാഗ്ദാനം ചെയ്ത ആ പറയുന്ന കേരളത്തിന് കിട്ടിയിട്ടില്ല. ഭാഗ്യകരമായ അവസ്ഥ.